ബിസ്മില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നഹ്മദുഹു വനസ്തഈനുഹു ഫിസ്സറാഇ വല്ലറാഇ വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ഫീ ജമീഇ ഹാലാത്തിനാ വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി ലിമാ യുഖർരിബുനാ ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ മുൻനിർത്തി പരസ്പരം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീതമായ പകലിൽ നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും തഖ്വ നൽകി, ഈമാൻ നൽകി, റമളാനിൻ്റെ മധുരം നൽകി, ഇസ്ലാമികമായ സ്പിരിറ്റ് നൽകി, സർവോപരി സ്വർഗനരകങ്ങളെക്കുറിച്ച ജാഗ്രത നൽകി പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ഇങ്ങനെ പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഈ പള്ളി ആയിരക്കണക്കിന് മുഅ്മിനുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ ആ ഒരു ചിത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഒരു ആത്മീയമായ ഒരു നിറവ് എത്രയാണ്. ഇവിടെ വന്ന ഈ ആയിരക്കണക്കിന് മുഅ്മിനുകളിൽ ഓരോരുത്തരുടെയും ഹൃത്തിൽ, ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, ഓരോരുത്തരുടെയും മനസ്സിൽ പലതരം വികാരങ്ങളുണ്ടായിരുന്നു, പലതരം ദുആകളുണ്ടായിരുന്നു, അള്ളാഹുവിനെക്കുറിച്ച സ്വപ്നങ്ങളുണ്ടായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ച ഓർമ്മകളുണ്ടായിരുന്നു. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള പേടി കൊണ്ട് അവരുടെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ ആ ഒരു മനസ്സിനെ മുഖവിലക്കെടുത്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട നാഥൻ ഈ പള്ളിയിൽ നമ്മൾ സുജൂദ് ചെയ്ത മുസല്ലയോട് ചേർന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അള്ളാഹുവിങ്കൽ നിന്ന് ഇറങ്ങി വന്ന പതിനായിരക്കണക്കിന് മലക്കുകൾ ഈ പള്ളിയിൽ കാലുകുത്താൻ ഇടമില്ലാത്ത വിധം തിങ്ങി നിറഞ്ഞിരുന്നു. ഇത് റമളാനിൻ്റെ മാത്രം ഒരു ചിത്രമാണ്. ഇത് റമളാനിൻ്റെ മാത്രം സവിശേഷതയാണ്. മണ്ണും വിണ്ണും ഒന്നാകുന്ന, ഒരേ മാനസികാവസ്ഥയിലാകുന്ന, ഒരേ വികാരങ്ങളിലാകുന്ന ഒരു കാലമാണ് റമളാൻ. നമ്മളോട് റബ്ബ് വളരെ അടുത്തടുത്ത് വരുന്ന ഒരു സന്ദർഭം. ഞാൻ എൻ്റെ മകനെ, എൻ്റെ കുഞ്ഞുമകനെ, കുഞ്ഞുമകളെ എൻ്റെ ശരീരത്തോട്, എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും നാഥൻ നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും മുസ്ലിം ഉമ്മത്തിനെ ആകമാനം അവരുടെ വിശ്വാസത്തിൻ്റെ ശക്തിക്കനുസരിച്ച് ചേർത്ത് പിടിക്കുന്ന വല്ലാത്തൊരു കാലം.
അതുകൊണ്ടാണ് മലക്കുകൾ സുബ്ഹാനക ലാ ഇൽമ ലനാ, റമദാനിൽ ഈ പരശതം മുഅ്മിനുകളുടെ സംഘങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അമലുകളുടെ ആധിക്യം കണ്ടിട്ട്, റബ്ബേ നീ പരിശുദ്ധനാൻ, റമദാൻ കാല കാഴ്ചകൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്, നീയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയുന്നവൻ എന്ന് അത്ഭുതപ്പെട്ട് പറഞ്ഞു പോയത് അതുകൊണ്ടാണ്. ഈ കാലത്തെ ഒരു നിമിഷവും പാഴാക്കാതെ നമ്മുടെ പരലോകത്തിനും നമ്മുടെ ദുനിയാവിനു വേണ്ടി തന്നെയും ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ കുടുംബങ്ങൾക്ക് സാധിക്കണം. 9 നോമ്പ് പിന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സഹോദരന്മാരെ, ഈ നോമ്പുകൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ജാഗ്രത നമുക്ക് വേണം. എൻ്റെ ഒരു നോമ്പ് പോലും എൻ്റെ ഒരു വാക്കുകൊണ്ട്, എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട്, എൻ്റെ ഒരു മനോഭാവം കൊണ്ട്, എൻ്റെ ഒരു നീയത്ത് കൊണ്ട്, അതിലെ കളങ്കം കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ മുഅ്മിനുകൾക്കും മുഅ്മിനുകളുടെ കുടുംബങ്ങൾക്കും സാധിക്കണം. കഴിഞ്ഞ ഖുത്ബയുടെ തുടർച്ചയായി ഈ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഒന്നുകൂടി ഊന്നി നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചില തത്വങ്ങളുണ്ട് നമ്മുടെ അമലുകളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ നോമ്പുമായി ബന്ധപ്പെട്ട്, നമ്മൾ നിർവഹിക്കുന്ന ഖിയാമുമായി ബന്ധപ്പെട്ട്, ഇസ്ലാമിൻ്റെ ഏത് കാര്യത്തെക്കുറിച്ചുമുള്ള ഒരു തത്വം. ആ തത്വം ചിലത് ഫിഖ്ഹിയായ ഒരു കോർണറിൽ, ഒരു കാഴ്ചപ്പാടിലുള്ള തത്വങ്ങളാണ്. ഉദാഹരണത്തിന്, ലാ സ്വലാത്ത ലിമൻ ലാ വുളൂഅ ലഹു, വുളു ഇല്ലാത്ത ഒരാൾക്ക് നമസ്കാരമില്ല. അപ്പോൾ നമസ്കാരം ശരിയാകണമെങ്കിൽ വുളു വേണം. ഇത് നമസ്കാരത്തിൻ്റെ ഒരു ഷർത്ത്, അല്ലെങ്കിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ഫിഖ്ഹാണ്. ഇങ്ങനെ വുളുഉള്ള, നമസ്കാരത്തിൻ്റെ മുഴുവൻ ഷർത്തും പൂർത്തീകരിച്ച ഒരു മുഅ്മിനിന്റെ നമസ്കാരം ചിലപ്പം സ്വീകരിക്കപ്പെടാതെ വരും. അത് മറ്റൊരു തത്വമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പള്ളിയിൽ നമസ്കരിച്ച് പിരിഞ്ഞു പോകാനിരുന്ന തൻ്റെ അനുചരനെ വിളിച്ചിട്ട്, ഇർജി ഫസല്ലി, ഇങ്ങോട്ട് വാടോ, ഒന്നുകൂടി നമസ്കരിക്ക്, ലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല, നിന്റെ നമസ്കാരം ശരിയായിട്ടില്ല. ഇത് ഫിഖ്ഹിയായ ഒരു വശമല്ല നമസ്കാരത്തിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമസ്കരിക്കേണ്ടതുപോലെ നമസ്കരിക്കണം, ചൊല്ലേണ്ടതുപോലെ ചൊല്ലണം, ഖുശൂ ഉണ്ടാകണം, അള്ളാഹു നിറഞ്ഞു നിൽക്കണം, സ്വർഗത്തെ മുമ്പിൽ കാണണം. നമസ്കാരത്തിലെ ഓരോ ദിക്റിലും, ഓരോ ദുആയിലും, ഓരോ വരിയിലും ഈ ആത്മാവ് പ്രകടിപ്പിക്കാൻ ഒരു മുഅ്മിനിന് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ കുറിച്ച് പറയുന്ന, നമുക്കെല്ലാവർക്കും അറിയുന്ന ഹദീസ്, മല്ലൻ യദഅ ഖൗല അസ്സൂറ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബ. രാവിലെ എഴുന്നേറ്റ് അത്താഴം കഴിച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് നോമ്പ് പിടിച്ച് ഇങ്ങനെ പോകുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നോമ്പിൻ്റെ ആത്മാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. നോമ്പിൻ്റെ ആത്മാവിനെ ചോർത്തിക്കളയുന്ന ഘടകങ്ങൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. നോമ്പിനെ ബാത്തിലാക്കി കളയുന്ന, നമ്മുടെ അമലുകളെ ബാത്തിലാക്കി കളയുന്ന ഘടകങ്ങളെ സൂക്ഷിക്കണം. ബിഫ്ഇലി ബഅ്ലിൽ മൻഹിയാതി വൽ മക്റൂഹാത്ത്, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തിട്ട്, അള്ളാഹു വെറുക്കുന്ന, അള്ളാഹു നിരോധിച്ച ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ അമലുകൾ ദുർബലപ്പെട്ടു പോകുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇപ്പം ആലോചിക്കണം. ആണും പെണ്ണും, ഉപ്പയും ഉമ്മയും, മകനും മകളും, വെല്ലിമ്മയും വെല്ലിപ്പയും, നമ്മൾ ഓരോരുത്തരും കുടുംബമായിട്ടും അല്ലാതെയും ആലോചിക്കണം. ഒരു വ്യക്തി എന്ന നിലക്ക് എൻ്റെ കഴിഞ്ഞ 9 നോമ്പുകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അത് സ്വീകരിക്കപ്പെടാതിരിക്കുന്നതിന് കാരണമായ എന്തെങ്കിലും ഘടകങ്ങൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ രാപ്പകലുകളിൽ വന്നുപോയിട്ടുണ്ടോ? അമലുകളെ ബാത്തിലാക്കി കളയുന്ന, അമലുകളെ പാഴാക്കി കളയുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഖുത്ബയിൽ. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ?
നമ്മുടെ നീയത്തുകളിൽ കളങ്കം വന്നു പോകുന്നുണ്ടോ? ഗീബത്തും നമീമത്തും സംഭവിച്ചു പോകുന്നുണ്ടോ? ഭാര്യയുമായി തെറ്റിപ്പോകുന്നുണ്ടോ? മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ നോമ്പുകാലത്ത് വീഴ്ചകളുണ്ടോ? അമലുകളെ ദുർബലപ്പെടുത്തുന്ന നീയത്ത് മുതൽ പലതരം കാര്യങ്ങളെ ആ നിലക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരന്മാരെ, നമുക്കൊരു ഉള്ളുണ്ട്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ അത് സൂചിപ്പിച്ചു. നമുക്കൊരു ഉള്ളുണ്ട്, ഒരു ഉള്ളുള്ള ബന്ധം നമ്മുടെ റബ്ബുമായിട്ട്. അതെനിക്ക് നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എൻ്റെ റബ്ബുമായിട്ട് എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളുകൊണ്ടുള്ള ഒരു ബന്ധം, അതെൻ്റെ ഒരു സ്വകാര്യതയാണ്. എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാത്ത, എന്നോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന എൻ്റെ മക്കൾക്ക് പോലും അറിയാത്ത ഈ ഒരു ബന്ധം കൊണ്ട് എനിക്ക് ആത്മവിശ്വാസം കൊള്ളാൻ പറ്റണം. കഴിഞ്ഞ 9 നോമ്പ് എൻ്റെത് സ്വീകരിച്ചിരിക്കുന്നു എൻ്റെ റബ്ബ്. ഈ ഉള്ളുകൊണ്ട് എനിക്ക് കോൺഫിഡൻസോടുകൂടി അടുത്ത പത്തിലേക്കും പ്രവേശിക്കാൻ പറ്റണം. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റണം. ഇതുവരെയുള്ള എൻ്റെ അമലുകൾ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആത്മവിശ്വാസം കൊള്ളാൻ പറ്റും വിധമുള്ള ഒരു ബന്ധം നമ്മുടെ റബ്ബുമായി സൃഷ്ടിച്ചെടുക്കാനാണ് റമദാൻ നമ്മെ പ്രാപ്തരാക്കേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ വിഷയം നമ്മുടെ നോമ്പിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് പേടി ഉണ്ടാവണം. അള്ളാൻ്റെ റസൂലിൻ്റെ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ഒരു പേടിയെക്കുറിച്ച് സഹാബിമാർ പറയുന്നുണ്ട്. 30 സഹാബിമാരെ എടുത്താൽ അവരെല്ലാവരും കുല്ലുഹും യഖ്ശൗന നിഫാഖ്, ഈമാൻ ദുർബലപ്പെട്ടു പോകുന്ന തരത്തിൽ നിഫാഖ് കടന്നു വരുന്നുണ്ടോ എന്ന് പേടിക്കുന്നവരായിരുന്നു അവർ. ഒരമല് ചെയ്താൽ, ഒരു നോമ്പെടുത്താൽ, ഒന്ന് നമസ്കരിച്ചാൽ, ഒരു സ്വതക്ക ചെയ്താൽ റിയാ കൊണ്ട് എൻ്റെ ഈ അമല് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നാലോചിക്കുന്നവരായിരുന്നു അവർ. അങ്ങനെ ഒരു സഹാബി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ ഇരുന്നിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹു എൻ്റെ ഈ 100 കണക്കിന് എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ 100 കണക്കിന് അമലുകളിൽ ഒരമൽ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ലമിൻത്, ഞാൻ ഗ്യാരണ്ടീഡാണ്, ഞാൻ സുരക്ഷിതനാണ്. ഒരമല് സ്വീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ. ഇങ്ങനെയാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് എന്ന് പറയുന്ന ആ മഹാന്മാരായ മനുഷ്യർ അവരുടെ അമലുകളെ നോക്കിക്കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ രംഗത്തും നമ്മുടെ അമലുകളെ സ്വീകാര്യമാക്കുന്ന നല്ല ഒരു ഹൃദയമുള്ള, നല്ല ഈമാനുള്ള, നല്ല തഖ്വയുള്ള, കൽബുൻ സലീമുള്ള, ഇല്ലാമൻ അത്തല്ലാഹ ബി കൽബിൻ സലീം, നാളെ അള്ളാഹുവിങ്കൽ എത്തുമ്പോൾ കൽബ് സലീമോടുകൂടി നോമ്പെടുത്ത് കടന്നു വന്ന ആളുകളെ അള്ളാഹു സ്വീകരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, കൂടെയുള്ള സഹാബികളും കൂടെ ഇല്ലാത്ത നമ്മളും പ്രവാചകനുമായി ബന്ധപ്പെട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഹുജറാത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ലാ തുഖദ്ദിമു ബൈന യദയില്ല, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി. അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും മുൻഗണന നൽകുന്ന മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണത്. ദീനിന് മുൻഗണന കൊടുക്കാൻ, ദീനീ ജീവിതത്തിന് മുൻഗണന കൊടുക്കാൻ, അള്ളാഹുവിനും റസൂലിനും മുൻഗണന കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ ഉയർത്തരുത് എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രവാചകന്റെ കൂടെയുള്ള സഹാബിമാർക്ക് അത് മനസ്സിലാകും. ഇപ്പം നമുക്ക് റസൂലിനേക്കാൾ ശബ്ദം ഉയർത്താന്ന് പറഞ്ഞാൽ റസൂലിനേക്കാൾ അധികം റസൂലിനെ ചിന്ത കൊണ്ട് മറികടക്കുന്നവരാകരുത്. നമ്മൾ തന്നെ ചില ഹദീസുകളെ കണ്ടുപിടിച്ചിട്ട് റസൂലിനേക്കാൾ വലിയ മനോഭാവത്തിൻ്റെ ഒരാളാകരുത്. റസൂലിനെ അമലുകൾ കൊണ്ട് മറികടക്കുന്ന ഒരാളാകരുത്. ഇങ്ങനെ റമദാനിൻ്റെ ഒരു ആത്മാവെന്ന് പറയുന്നത്
നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി നമ്മുടെ റമദാനിനെ സ്വീകരിപ്പിക്കും വിധം റമദാനിൻ്റെ ആത്മാവിനെ, അതിൻ്റെ അന്തസത്തയെ സുരക്ഷിതമാക്കി ഈ കാലത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. വളരെ സൂക്ഷ്മതയോടുകൂടി റമദാനിൻ്റെ രാപ്പകലുകളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റണം. നമ്മുടെ ഒരു വാക്കുകൊണ്ട് എൻ്റെ ഒരു നോമ്പ് കൊഴിഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ പറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിങ്ങനെ വെള്ളിയാഴ്ച ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ പലതരം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന, പള്ളിയിൽ വരാൻ കഴിയാത്ത നമ്മളുടെയൊക്കെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും നാട്ടുകാരിലും ഇസ്ലാമിക സമൂഹത്തിൽ നമ്മൾ പരിചയമുള്ളവരിലും അല്ലാത്തവരിലുമൊക്കെയായി ധാരാളം പേരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൻ്റെ ഈ അനുഗ്രഹീതമായ പകലിൽ വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ വന്ന് അള്ളാഹുവിനോട് രണ്ട് കൈകൾ നീട്ടി ഒന്ന് പറയാനും പ്രാർത്ഥിക്കാനും അവസരമില്ലാതെ പോയ, പക്ഷേ അവർക്ക് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ വേറെ നൽകും. പക്ഷേ അവരുടെ ഒരു വേദനയാണ്. അവർക്ക് അള്ളാഹു വലിയ കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ രണ്ട് പേര്, അങ്ങനെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ധാരാളം പേരുണ്ടാവും. രണ്ട് പേര് പ്രാർത്ഥിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനായ എറണാകുളത്തെ ഒരു സഹോദരൻ. നോമ്പ് തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു വേദന വന്നിട്ട് ഹമദിൽ അഡ്മിറ്റാണ്. ഡയഗ്നോസ് ചെയ്തിട്ടില്ല, ഇങ്ങനെ ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാകണം. അള്ളാഹു അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന്, ആ ഭർത്താവിന്, ആ മക്കൾക്ക് ഈ പരീക്ഷണത്തെ എളുപ്പം മറികടക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നനച്ചിരിക്കാതെ സ്വന്തം മകന് ക്യാൻസർ പോലെ ചെറിയൊരു ലക്ഷണം വന്നിട്ട് ഇന്നലെ നാട്ടിലേക്ക് തിരിച്ച ഒരു സഹോദരൻ, ഒരു സഹപ്രവർത്തകൻ, ദോഹയിലെ എല്ലാ ഇസ്ലാമിക കാര്യങ്ങൾക്കും ഒന്നിച്ചുള്ള ആ മനുഷ്യൻ, മക്കൾക്കൊക്കെ ഇങ്ങനെ പ്രയാസങ്ങൾ വന്നു പോവുക എന്ന് പറയുന്നത് ഏതു മനുഷ്യനും വലഞ്ഞു പോകുന്ന ഒരു ഘട്ടമാണ്. അല്ലാഹുവേ, ഈ പള്ളിയിൽ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ നിയ്യത്ത് ഖാലിസായ നിയ്യത്തോടെ നിൻ്റെ ഈ പള്ളിയിൽ നിൻ്റെ പ്രിയപ്പെട്ട മലക്കുകളെ സാക്ഷിയാക്കി നിന്നോട് ഞങ്ങൾ തേടുകയാണ്. ആ കുഞ്ഞു മകന്, ആ മകന് നിശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, അതുപോലെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും ഈ റമദാനിൽ നിൻ്റെ പ്രത്യേകമായ കാവലും ശിഫയും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബുൽ ആലമീനായ നാഥ, റമദാനിൻ്റെ ആത്മാവ് കൊണ്ട് തഖ്വയോടുകൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീഖും കരുത്തും ഞങ്ങൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇണകൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നൽകി ഈ റമദാനിനെ നീ കൂടുതൽ അനുഗ്രഹീതമാക്കണമേ തമ്പുരാനെ. റബ്ബുൽ ആലമീനായ നാഥ, ഞങ്ങളിവിടെ ഇങ്ങനെ പ്രവാസികളായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളിൽ കുറച്ച് പേരുടെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ഞങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെയും മാതാപിതാക്കൾ ഞങ്ങളില്ലാതെ നാട്ടിൽ ഞങ്ങളുടെ അസാന്നിധ്യത്തിൽ നോമ്പ് കഴിച്ചു കൂട്ടുന്നവർ. അല്ലാഹുവേ, ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവരനുഭവിക്കുന്ന വീർപ്പുമുട്ടലുകൾ റമദാനിൻ്റെ മഹത്തായ പകലുകൊണ്ട് അവർക്ക് നീ മാനസികവും ശാരീരികവുമായ സന്തോഷവും സൗഖ്യവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, അവരിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവരുണ്ട്. ഞങ്ങളിൽ ചിലരുടെ ഉപ്പമാർ, ചിലരുടെ ഉമ്മമാർ, ഞങ്ങളിൽ അപൂർവം ചിലരുടെയെങ്കിലും ഇണകളെ നീ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഞങ്ങളിൽ അപൂർവം ചിലരുടെയെങ്കിലും മക്കളെ ഞങ്ങൾ പോലും നനച്ചിരിക്കാതെ വളരെ ചെറുപ്പത്തിൽ, ഞങ്ങൾ തന്നെ ചെറുപ്പമായിരിക്കെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരെയൊക്കെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരുടെ ബർസഹിയായ ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, മുത്തക്കികളിൽ നിന്ന് നീ സ്വീകരിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. തഖ്വയോടുകൂടി നോമ്പെടുക്കാനും തഖ്വയോടുകൂടി സദഖ ചെയ്യാനും തഖ്വയോടുകൂടി ഖുശൂഅോടുകൂടി മനസ്സും കണ്ണും തെറ്റാതെ ഖിയാമുൽ ലൈൽ നിർവഹിക്കാനും അങ്ങനെ അതൊക്കെ സ്വീകരിക്കാനും ഒക്കെ സൗഭാഗ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ
പ്രിയപ്പെട്ട നാഥ, ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, മുസ്ലിം ലോകത്തിന് നീ ഇസ്സത്ത് നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ, അവരനുഭവിക്കുന്ന, അവരിൽ പരീക്ഷണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് നീ കരുത്തു നൽകണമേ തമ്പുരാനെ. ഗസയിലെയും സുഡാനിലെയും സഹോദരങ്ങൾക്ക് നീ കരുത്തു നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർക്ക്, നേതാക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഈ ഉമ്മത്തിന് ശരിയായ ദിശ നൽകാൻ, നീ ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവരെ നയിക്കാനുള്ള തൗഫീക്ക് നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് ത്വയ്യിബ് സറാഹും വജ്അലിൽ ജന്നത മഅവാഹും. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ ആതിഖ്നാ മിനൻ നാർ. اللهم إنا نسألك الفردوس الأعلى يا أرحم الراحمين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم. اللهم أعز الإسلام والمسلمين، اللهم أذل الكفر والكافرين. اللهم اجعل القرآن ربيع قلوبنا، اللهم اجعل القرآن ربيع قلوبنا، اللهم اجعل القرآن ربيع قلوبنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين والحمد لله رب العالمين.